ഗൈസ്, ഇന്ന് ഡൽഹിയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു. AFF അതുപോലെ 13 ISL ക്ലബ്സിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് സംസാരിക്കാം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് നമ്മളുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു അൺസർട്ടനിറ്റിയാണ്. ഇതിൽ നമ്മളുടെ കൺവിൻസിങ് സ്റ്റാർ ആയിട്ടുള്ള കല്യാൺ ചൗബെ ഒരു വാക്ക് കൊടുക്കുന്നുണ്ട്. ഈ വർഷം തന്നെ ISL നടക്കും എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഷെഡ്യൂളിലോ ഫോമാറ്റിലോ ഒക്കെ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷേ ISL അല്ലെങ്കിൽ ടോപ്പ് ടയർ ലീഗോ എന്താണെങ്കിലും ഈ വർഷം നടക്കുമെന്നുള്ള തരത്തിലുള്ളൊരു ഉറപ്പ് ക്ലബിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സിന് അദ്ദേഹം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, സൂപ്പർ കപ്പും ഈ വർഷം തന്നെ നടത്തും എന്നുള്ള കാര്യമാണ് പറയുന്നത്. സാധാരണഗതിയിൽ സൂപ്പർ കപ്പ് നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ, സീസണിൻ്റെ എൻഡിലാണ്. അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഇത്തവണ അതിലൊരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ISL മുന്നോടിയായിട്ട് നടത്താം എന്നുള്ള തരത്തിൽ ഒരു പ്രീ സീസൺ ടൂർണമെൻ്റ് എന്ന നിലയ്ക്കൊക്കെ ആയിരിക്കണം. ഒരു സെപ്റ്റംബർ 2nd വീക്കോ 3rd വീക്കോ ഒക്കെയാണ് പ്ലാൻ ചെയ്യപ്പെടുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു 7 ദിവസം മുതൽ 10 ദിവസത്തിനുള്ളൊരു കൺഫർമേഷൻ വന്നേക്കാം എന്നുള്ളതാണ്. ഇന്ത്യയുടെ നാഷണൽ ടീം കാഫ നേഷൻസ് കപ്പ് കളിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് അവസാന വാരമൊക്കെ തുടങ്ങി അത് തീരുന്ന ഒരു സമയം ആകും, ഇപ്പോൾ 2nd വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും. അപ്പം അത് കഴിഞ്ഞിട്ട് ഒക്ടോബറിൻ്റെ ഒരു ആദ്യ വീക്ക് കഴിയുമ്പോഴത്തേക്കും ഇന്ത്യ സിംഗപ്പൂരിനെതിരെ AFC ഏഷ്യൻ കപ്പിൻ്റെ ക്വാളിഫയേഴ്സും കളിക്കുന്നുണ്ട്. എന്നാൽ ക്ലബ്ബുകളുടെ സൈഡിൽ നിന്ന് പറയുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗിൻ്റെ കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ഇല്ലാതെ അവർ സൂപ്പർ കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പിന്നെ ക്ലബ്ബുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഈ അൺസർട്ടനിറ്റി മാറുന്നതിനെ പറ്റിയും പുതിയ MRA എക്സ്റ്റൻഷനെ പറ്റിയും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട AFF പറയുന്നത് സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കാര്യമാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് അവരാണ് എന്നുള്ള കാര്യമാണ്. അതിൽ AFFന് യാതൊരു വിധത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇടക്കാല സൊല്യൂഷൻ എന്ന നിലയ്ക്കൊരു ലീഗൽ അഡ്വൈസൊക്കെ തേടും എന്നുള്ള കാര്യമൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും നമുക്ക് കാത്തിരുന്ന് കാണാം വരുന്ന ദിവസങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും. ഈ പറഞ്ഞ കൺവിൻസ് ചെയ്യിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രവൃത്തിയിൽ കൂടി വരുമോ എന്നുള്ളതൊക്കെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ്? തീർച്ചയായിട്ടും കമ്പോസിറ്റ് സനിയ.